സ്വാതിയെ വെട്ടാൻ എന്റെ കയ്യിലെ വാളായിട്ട് അവള് വേണം. അപ്പോ അവളെ കമ്പനി ഇറക്കി വിടാൻ വേറൊരു വഴിയില്ലേ അച്ഛാ? കോടതിയും പോലീസും എല്ലാം അവരുടെ പക്ഷത്തായി പോയില്ലേ? അതാണ് മോളെ നീതിയും നിയമവും തമ്മിലുള്ള വ്യത്യാസം. നിയമം നടപ്പാക്കുമ്പോൾ പലപ്പോഴും നീതി ലഭിക്കണമെന്നില്ല. കോടതിയിൽ ആരുടെയും സങ്കടങ്ങളല്ല ഒരു ജഡ്ജി കേൾക്കുന്നത്, തെളിവുകളും സാക്ഷിമൊഴികളുമാണ്. ഇവിടെയും അതേ സംഭവിച്ചിട്ടുള്ളൂ. അമ്മയുടെ പേരിലുള്ള നമ്മുടെ കമ്പനി അവള് കയ്യേറി നശിപ്പിക്കും. അവളെ എങ്ങനെയെങ്കിലും അവിടെ ഇറക്കി വിടണം. തൽക്കാലം കോടതി നിയമവും അവളുടെ പക്ഷത്താ. അവളാ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ. ആ സത്യം ഇപ്പൊ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. വേദയ്ക്ക് മുമ്പിൽ നമ്മൾ തോറ്റുപോയി. ചതിയുടെ കരുക്കൾ കൊണ്ട് അവൾ നമ്മളെ വെട്ടി വീഴ്ത്തി. ഇനി ആ കമ്പനിയുടെ കോമ്പൗണ്ടിൽ കയറാൻ പോലും നമുക്ക് അവകാശമില്ല. എല്ലാം അവൾ കൈയടക്കി ചവിട്ടി അരയ്ക്കുന്നത് കണ്ടു നിൽക്കാനേ നമുക്ക് കഴിയൂ. അച്ഛാ, അച്ഛന്റെ ചോരയും നീരും ആ കമ്പനി അമ്മയുടെ ഓർമ്മയാ. അത് കൈവിട്ട് കളയാൻ നമുക്ക് പറ്റില്ല. അച്ഛാ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റും, എപ്പോ ചെയ്യാൻ പറ്റും എനിക്കിപ്പോ അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം അച്ഛന് വാക്ക് തരാം. വിദ്യാഭ്യാസം കുറവാണെങ്കിലും കമ്പനി കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമെന്നുള്ള ഉറപ്പില്ലല്ലേ അച്ഛൻ എന്നെ ചെയർമാനാക്കിയത്? ആ വിശ്വാസം ഞാൻ അച്ഛന് തിരിച്ചു തരും. എങ്ങനെ എങ്ങനെ നിനക്കതിന് പറ്റും? ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കമ്പനി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ കമ്പനി അവളുടെ കയ്യിൽ നിന്നും ഞാൻ തിരികെ വാങ്ങിയിരിക്കും. സ്വാതി എടുത്തിക്കൊണ്ട് അതിന് പറ്റും, എനിക്ക് ഉറപ്പാ. ഏട്ടത്തെ ഇതുവരെ പറഞ്ഞതിനെല്ലാം ഞാൻ എതിര് നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യത്തില് ഏട്ടത്തെ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഓഫീസിൽ നിന്നാണല്ലോ. ഹലോ, നീലോ? എപ്പോ? ആ ശരി. എന്താ ഏട്ടൻ എന്താ പറ്റിയത്? നീല് അവൻ കമ്പനി ചെന്ന് ബഹളം ഉണ്ടാക്കുന്നെന്ന്. നീ എന്റെ സ്വാതി ഇവിടെ ഇറക്കി വിടുവല്ലേടി? യഥാർത്ഥ അവകാശം വരുമ്പോ പകരക്കാരി കിരീടവും ചെങ്കോലും അഴിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ചോദിച്ചു വാങ്ങാനുള്ള സമയമില്ലാത്തോണ്ടാ അവളുടെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങിയത്. എന്റെ അമ്മയുടെ പേരിലുള്ള കമ്പനിയായത്. എന്റെ അമ്മയെ കൊന്ന നിന്നെ ഇതിനകത്തിരുന്ന് ഭരിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. കമ്പനി ചെയർമാനാ വന്നിരിക്കുന്നു. നിന്റെ തോന്നിയാസം ഒന്നും ഇവിടെ നടക്കില്ല. മിസ്റ്റർ നീൽ, വിടവളെ. അവളെ വിടാൻ. വേണ്ട, നീലെ തല്ലരുത്. ഒരിക്കൽ എന്നെ പ്രിയപ്പെട്ടവളായി കണ്ട് സ്നേഹിച്ച മനുഷ്യനാ. അദ്ദേഹത്തെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഏട്ടാ, വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ? നീല് ചെയ്തതില്ലേ ഒരു തെറ്റുമില്ല. ഇവളിത് ചോദിച്ചു വാങ്ങിയ ശിക്ഷയാ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോയ്ക്കോ. മതി, ഇനി ഇവിടെ ആരും അധികം സംസാരിക്കണ്ട. വേദയ്ക്ക് അനുകൂലമായ കോടതി വിധിയുമായിട്ടാ ഇവൾ ഈ കമ്പനിയുടെ ചെയർമാനായത്. അതോടെ നിങ്ങൾക്ക് ഈ കമ്പനിയിലുള്ള അധികാരം റദ്ദായി കഴിഞ്ഞു.
ഇനി അത് പുനഃസ്ഥാപിച്ചു കിട്ടണമെങ്കിൽ കോടതി തന്നെ വിചാരിക്കണം. അതുവരെ നിങ്ങൾ ആരും ഈ കമ്പനിയിൽ പ്രവേശിക്കരുത്. മിസ്റ്റർ ഗിരി ഇനി ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കും. മാഡം, ഇതുകൊണ്ടൊന്നും സത്യം ഇല്ലാതാക്കാൻ കഴിയില്ല. നീൽ, പണ്ട് നീൽ എനിക്കൊരു സത്യം ചെയ്തു തന്നിരുന്നു. ഓർമ്മയുണ്ടോ നീലിന്? എന്റെ ജീവൻ രക്ഷിക്കാൻ പകരക്കാരിയായി ഇവളെ വിവാഹം കഴിച്ച് 1 കൊല്ലം കഴിയുമ്പോ എന്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടാമെന്ന്. ഓർമ്മിക്കുന്നുണ്ടോ ആ സത്യം? പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിക്കാൻ നീ അധികം മെനക്കെടണ്ട. ആ കഥകളൊക്കെ കുത്തിപ്പൊക്കി എടുക്കാൻ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല. മാഡം, പഴയ ഓർമ്മകളിൽ മാത്രം ഇപ്പോഴും ജീവിക്കുന്ന ഇവൾക്ക് ഭ്രാന്താ. ഇവളുടെ ഭ്രാന്തിനനുസരിച്ച് യൂണിഫോം ഇട്ട് മാഡം തുള്ളരുത്. സ്വാതി, നിന്റെ ഭർത്താവിനെ ജീവനോടെ വേണമെങ്കിൽ നീ വിളിച്ചോണ്ട് പൊയ്ക്കോ. ഇനി ഈ കമ്പനിയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ വേദയായിരിക്കും. നീ ഭരിച്ചോ, പക്ഷേ വിഡ്ഢികളുടെ സ്വർഗത്തിന് ആയുസ് കുറവാണെന്ന് നീ മറക്കരുത്. നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടില്ലെങ്കിൽ എന്റെ പേര് സ്വാതി എന്നല്ല. നീയൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇനിയും ഇത് ആവർത്തിച്ചാൽ നിന്റെ ഭർത്താവ് ജയിലിൽ പോവേണ്ടി വരും. വിളിച്ചോണ്ട് പോടി. മാഡം, പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന സ്വഭാവം ഈ സ്വാതിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുശകനമായി മാറിയ ഇവളെ ഞാൻ അടിച്ചിറക്കി വിട്ടിരിക്കും. നമുക്ക് കാണാം. വൈശാഖി ഓഫീസിന്റെ ചുമതല ഏറ്റെടുത്തു. അതുകൊണ്ട് തീർന്നില്ല, എനിക്ക് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്. വാ. എടുത്തി, നീലേ, നിങ്ങളിങ്ങനെ വിഷമിക്കരുത്. ഇവളുടെ അഹങ്കാരത്തിന് മുന്നിൽ നമ്മൾ തോറ്റു പിന്മാറാൻ പാടില്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഞാൻ വലിച്ചിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതിയിലെ സീനിയർ ലോയർ രഘുനാഥൻ സാറിനെ കാണാൻ പോവാൻ ഞങ്ങൾ. ഒക്കേത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ഈ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ ഭാര്യ മാലതി വേദയ്ക്ക് എഴുതി കൊടുത്ത ഡോക്യുമെന്റ്സിന് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോ വേദ എന്റെ പേരിൽ സ്വത്തുക്കൾ തിരിച്ചെഴുതി തന്ന രേഖയോ? നിയമത്തിന് മുമ്പിൽ അതിന് വിലയില്ലേ? അതിന് ചില പ്രശ്നങ്ങളുണ്ട്. കമ്പനി ഇനി തിരിച്ചു കിട്ടില്ലെന്നാണോ വക്കീല് പറയുന്നത്? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നിയമപരമായി കമ്പനിയിൽ മാത്രമല്ല, മറ്റു പല വസ്തുവകകളിലും വേദയ്ക്ക് അവകാശമുള്ളതായിട്ടാണ് അവൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ കളവാണ്. എന്റെ അമ്മയുടെ പേരിലുള്ള കമ്പനിയിൽ അവൾക്ക് ഒരു അധികാരവുമില്ല. വക്കീലെ, ഞങ്ങളുടെ ചോരയും നീരുമാ മാലതിയുടെ പേരിലുള്ള ആ കമ്പനി. അത് നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ നിങ്ങൾക്ക് തിരിച്ചെഴുതി തന്നു എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വ്യാജമാണ്. അതിൽ ഒപ്പിട്ടിരിക്കുന്നത് അവളല്ലെന്ന് കോടതിയെ വിശ്വസിപ്പിക്കുന്നതിൽ അവൾ വിജയിച്ചു. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നമ്മൾ കോടതിയിൽ ഒരുപാട് വീർപ്പൊടുക്കേണ്ടി വരും. വക്കീലെ, സത്യം വക്കീലിനറിയാലോ. ഞാൻ അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? കോടതിയിൽ തെളിവുകളാണ് പ്രധാനം. തൽക്കാലം അവർക്കെതിരെ നിയമപരമായി ഫൈറ്റ് ചെയ്യുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. ഇല്ല വക്കീലെ, അവളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും ഈ കമ്പനി ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല. അതൊക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. തൽക്കാലം അവരെ കയ്യേറ്റം ചെയ്യാനൊന്നും നിൽക്കണ്ട. അവരൊരു പെണ്ണാണ്. സ്ത്രീ പീഡനത്തിന് അവരൊരു കേസ് കൊടുത്താൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കാൻ മാത്രമേ സമയം കാണൂ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നാ വക്കീൽ പറയുന്നേ? തൽക്കാലം ഹൈക്കോടതി വഴി തന്നെ അവക്കെതിരെ മൂവ് ചെയ്യാം.
ആ, കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വരും വരെ കാത്തിരിക്കേ വഴിയുള്ളൂ. അനുകൂലമായ ഉത്തരവ് കിട്ടിയില്ലെങ്കിലോ? ഇല്ലെങ്കിൽ കമ്പനി തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവും. എന്തായാലും നമുക്ക് ശ്രമിക്കാം. അത്രേ ഇപ്പൊ പറയാൻ പറ്റൂ. ഇത് ACPയുടെ വണ്ടിയാണല്ലോ. അവരെന്തിനാ പിന്നെയും വന്നത്? ഗൗരി, ഗൗരി, വാ. ഗൗരി, ഗൗരി, ഗൗരി. എന്താ സ്വാതി, നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിന്നോട് ആര് പറഞ്ഞു ഈ വീടിനകത്ത് കയറാൻ? ഗൗരി, നീ എന്തിനാ ഇവളെ നമ്മുടെ വീടിനകത്ത് കയറ്റിയത്? ഗൗരി, നിന്നോടല്ലേ ചോദിച്ചത്? ക്ഷോഭിക്കാതെ നീൽ, ഇതിപ്പോ നിങ്ങളുടെ മാത്രം വീടല്ല. പിന്നെ നിയമപരമായ ചില അവകാശങ്ങൾ ഈ വീട്ടിലിപ്പോ എനിക്കുണ്ട്. അതിനുള്ള കോടതി ഉത്തരവും എന്റെ കയ്യിലുണ്ട്. ACP മാഡം, അതങ്ങോട്ട് കൊടുത്തേ. വേദയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവാണിത്. നോ, ഞാനിത് സമ്മതിക്കില്ല. എന്റെ അമ്മയെ കൊന്ന കൊലയാളിയാ ഇവള്. ഇവളെ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. മാഡം, നീതി നിയമവും എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടതാണ്. ഈ അനീതിക്ക് മാഡം കൂട്ടു നിൽക്കരുത്. ഞങ്ങളുടെ കമ്പനി ഇവളെ പിടിച്ചടക്കി, അത് ഞങ്ങൾ സഹിച്ചു. ഈ വീടിനകത്ത് ഇവൾക്കൊരു അധികാരമില്ല. ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ ഉത്തരവാണ്. അതൊക്കെ നീ അങ്ങ് കോടതി പറഞ്ഞാ മതി. കോടതി ഉത്തരവ് നടപ്പാക്കാനാ ഇവിടെ പോലീസ് ഉള്ളത്, മനസ്സിലായോടെ? പിന്നെ ഇതിനെ ധിക്കരിച്ച് വേദയെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചാൽ, ഒരിക്കൽ നീ എന്റെ ലോക്കപ്പിൽ വന്ന് കയറിയതാ, ഇനിയും നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. നീലേ, ഇതേ കോടതി ഉത്തരവാ. ധിക്കരിക്കാൻ നിന്നാലേ രണ്ടുപേരും കൂടി അകത്തു പോവും. അതുകൊണ്ട് വേദ ഇവിടെ താമസിക്കാൻ അനുവദിക്കുന്നതാ ബുദ്ധി. വെറുതെ എതിർക്കാൻ നിൽക്കണ്ട. ഗൗരിക്ക് കാര്യം മനസ്സിലായി. അത് മാത്രമല്ല, ഇവിളിപ്പോ എന്റെ പക്ഷത്താ.
ഗൗരി, നമ്മുടെ അമ്മയെ കൊന്ന കൊലയാളിയാ ഇവള്. ഇവളുടെ പക്ഷം പിടിക്കാൻ എങ്ങനെ തോന്നുന്നു നിനക്ക്? ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ സ്വാതി? ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കയറുമെന്ന്. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇന്ന് മുതൽ വേദ താമസിക്കാൻ പോകുന്നത് ഇവിടെയാ, ഈ വീട്ടിൽ. കമ്പനിയിൽ മാത്രമല്ല വേദയ്ക്ക് ഇപ്പൊ അധികാരമുള്ളത്. നിങ്ങളുടെ സകല സ്വത്തുക്കൾക്ക് മേലും നിങ്ങൾക്കുള്ളതുപോലുള്ള അവകാശം ഇപ്പോ ഈ വേദയ്ക്കുണ്ട്. ഇനി അതങ്ങോട്ട് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം എല്ലാവരും വേദയോട് പെരുമാറാൻ. മാഡം, നിങ്ങൾ ഇവളുടെ ബന്ധുവോ കൂട്ടുകാരിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവള് തരുന്ന പണത്തിന് വേണ്ടി അത് നിങ്ങൾ തൂക്കി വിൽക്കരുത്. നിർത്തണം. ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത് വേദയ്ക്ക് കൂടി ഇവിടെ താമസിക്കാനുള്ള ഇടമാണല്ലോ എന്ന് കരുതിയിട്ടാ. വിളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ വലിയ സിനിമാ നടനാണെന്നൊന്നും ഞാൻ ഓർക്കില്ല. ഇനി ഇവളോടൊപ്പം തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് തന്നെയും കൂടി ആയിരിക്കും. മാഡം ഇവളെ ഇവിടെ വിട്ടിട്ടാണല്ലോ പോകുന്നത്. രാവും പകലും ഇവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടൊന്നുമില്ലല്ലോ. ഭീഷണി വേണ്ട സ്വാതി. ഈ വീട്ടിനുള്ളിൽ വെച്ച് വേദയെ കയ്യേറ്റം ചെയ്യാനോ ഇവിടുന്ന് ഇറക്കി വിടാനോ ശ്രമിച്ചാൽ പോലീസ് ഇടപെടും. തൽക്കാലം ഉള്ളിലെ ദേഷ്യം രണ്ടുപേരും കൂടി ചവച്ചരച്ചങ്ങ് വിഴുങ്ങിക്കും. ഇന്നു മുതൽ ഞാൻ താമസിക്കുന്നത് ഈ വീട്ടിലാ. അപ്പൊ ശരി, നീ ഈ വീട്ടിലെ താമസം ആഘോഷിച്ചു തുടങ്ങിക്കോ. ഞാൻ ഇടയ്ക്ക് വരാം. ശരി, ഞാൻ വിളിക്കാം. ഇടയ്ക്കെന്റെ ഗസ്റ്റായിട്ട് നിനക്ക് ഇവിടെ ഒന്ന് താമസിക്കാം. നോക്കാം. മാഡം നിന്നേ. ഞങ്ങള് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന വീടാ ഇത്. ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഞാൻ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ വീടിന്റെ ഗൃഹനാഥൻ ഞാൻ തന്നെയാ. ഈ വീടിന്റെ സന്തോഷവും അഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഈ വീട് കുളം തോണ്ടി ഇവിടെയുള്ളവരെ തമ്മിലടിപ്പിച്ച് രസിക്കാൻ ഇവളെ ഞാൻ അനുവദിക്കില്ല. ഏത് വിധേനയും ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ട് ഈ വീട്ടിനകത്തും കമ്പനിയിലും ചാണക വെള്ളം തെളിച്ച് ശുദ്ധമാക്കിയിട്ടെ ഈ സ്വാതി ഇനി വിശ്രമിക്കൂ. ഇത് മാഡം ഭീഷണിയായിട്ട് കരുതണ്ട. ഈ നിമിഷം സ്വാതി എടുക്കുന്ന പ്രതിജ്ഞ ഇത്. ഇനി മാഡം പൊയ്ക്കോ. ധൈര്യമായിട്ട് പോണം മാഡം. പറഞ്ഞ വാക്ക് സ്വാതി ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ശരി, ഓക്കെ. ഈ വീട്ടിൽ നിന്ന് എനിക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇവളെ മാത്രമേ നിനക്ക് കിട്ടൂ. പക്ഷെ ഒന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ, നിന്റെ ശത്രു ഈ സ്വാതിയാ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് സ്വാതി. നീ അടക്കി ഭരിക്കുന്ന ഈ വീട്ടിലേക്കും കമ്പനിയിലേക്കും ഞാനങ്ങനെ വെറുതെ കയറി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ യുദ്ധം ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിന് നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ നിനക്ക് കഴിയില്ലല്ലോ. ചതിയല്ലേ നിനക്ക് വശമുള്ളൂ. പക്ഷേ ഇനി നിന്റെ ഓരോ ചവിട്ടടിയിലും തടസ്സം തീർക്കാൻ ഈ സ്വാതി ഉണ്ടാവും. നീ കാത്തിരുന്നു. വായട്ടാ.
ഇതാരാ നമ്മുടെ മുറിയില് ഇങ്ങനെ ഒരു ബോർഡ് തൂക്കിയിരിക്കുന്നത്? അവളുടെ ഒരു മൂട്. ഇത് പൂട്ടിയിരിക്കാണല്ലോ. ഗൗരി, നന്ദിനി, ആരാ ഞങ്ങളുടെ റൂം പൂട്ടിയത്? ഗൗരി, ഗൗരി, വെറുതെ കിടന്ന് അലറണ്ട നീൽ. ഞാനാ അത് പൂട്ടിയത്. ഞങ്ങളുടെ ബെഡ്റൂം പൂട്ടാൻ നിനക്ക് എന്താ അധികാരം? നീ എന്താ ഗുണ്ടായിസം കാണിക്കാണോ? ഗുണ്ടായിസം കാണിക്കുന്ന സ്വാതിയോട് അത് തന്നെ തിരിച്ചു കാണിച്ചാലല്ലേ ജയിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ഈ മുറിയിൽ നിന്ന് നിങ്ങളെ ഒഴിപ്പിക്കാൻ ഇതല്ലാതെ മറ്റെന്താ വഴി? നീ എന്താ പറഞ്ഞത്? ഒഴിപ്പിക്കാനോ? അതെ, ഈ മുറിയിൽ നിന്ന് ഞാൻ നിങ്ങളെ കുടിയിറക്കി വിട്ടു. ഇന്നു മുതൽ ഈ മുറിയിൽ ഞാൻ താമസിക്കും. ഏട്ടാ, വേണ്ട, ഇവളെ തല്ലണ്ട. നാളെ ഇതിന്റെ പേരിൽ ഒരു സ്ത്രീ പീഡനത്തിനുള്ള പരാതി കൊടുത്ത് ഏട്ടനെ നാട്ടിക്കാൻ ഇത് മതി. അപ്പോ നിനക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞ പോലൊന്നും ഞാൻ നീലിനോട് ചെയ്യില്ല. ഒരിക്കൽ എന്നെ ഒരുപാട് സ്നേഹിച്ച ആളല്ലേ. ഞങ്ങൾ ഒരുമിച്ചുറങ്ങാൻ ഒരുപാട് സ്വപ്നം കണ്ട മുറിയല്ലേ ഇത്, അല്ലേ നീൽ?